ഞാൻ മാത്യു ജോസ്, കെങ്കേരി ക്രിസ്തോസ് മാർത്തോമ ഇടവകാംഗം. എനിക്ക് 64 വയസ്സായി. ജീവിതത്തിൽ ദൈവം നടത്തിയ ആ വലിയ അത്ഭുതത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. 30 വർഷക്കാലത്തോളം യാതൊരു മരുന്നോ അസുഖമോ യാതൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കെ 2023 ഏപ്രിൽ മാസം 1-ാം തീയതി പെട്ടെന്ന് വയറിന് ഒരു അസുഖം ബാധിക്കുകയും വേദന ആരംഭിച്ച് അതുമൂലം ഡോക്ടറെ സന്ദർശിച്ച് ഡോക്ടർ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുകയും അതനുസരിച്ച് ഓശാന 2-ാം തീയതി ഓപ്പറേഷൻ നടത്തുകയും ഓപ്പറേഷന് ശേഷം ബയോപ്സിക്ക് അയച്ചപ്പോൾ വയറില് വൻകുടലിൽ ക്യാൻസർ ആണെന്ന് തെളിയുകയും അതിനെ തുടർന്ന് CMCയിൽ പോയി മുന്നോട്ടുള്ള ടെസ്റ്റുകളെല്ലാം നടത്തി അവിടെ ചെക്ക് ചെയ്തപ്പോൾ വൻകുടലിന് മാത്രമല്ല ലിവറിനും അത് ബാധിച്ചിട്ടുണ്ട്. 4-നും 5-നും സ്റ്റേജിന് ഇടയ്ക്കാണ് ആയിരിക്കുന്നത് എന്ന് അവർ പറയുകയും വളരെ ബുദ്ധിമുട്ടാണ് ജീവിതയാത്ര ഇനി മുന്നോട്ടുള്ളത് എന്ന് അവർ അഭിപ്രായം പറയുകയും ചെയ്തു. എന്നാൽ ദൈവം വലിയവനും വിശ്വസ്തനുമാകുന്നു എന്നുള്ള ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും അനുഭവങ്ങളിൽ കൂടി അത് രുചിച്ചറിയുവാൻ സാധിച്ചു. 8 കീമോ അവർ നിർദ്ദേശിച്ചു. 8 കീമോയ്ക്ക് 4 കീമോ കഴിയുമ്പോൾ റീഅസസ്മെന്റ് ചെയ്ത് വീണ്ടും നമുക്ക് നോക്കി അതിനുശേഷം തീരുമാനം എടുക്കാം എന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് തന്നെ ലിവറിലുള്ള ക്യാൻസർ സെല്ലിനെ അവർ മൈക്രോ അബിലേഷൻ വഴി അതിനെ നീക്കം ചെയ്യാമെന്ന അഭിപ്രായം പറയുകയും ഒരു സെല്ലിനെ അങ്ങനെ അപ്രകാരം ചെയ്തു. 4 കീമോയ്ക്ക് ശേഷം വീണ്ടും റീഅസസ്മെന്റ് ചെയ്തപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് തന്നെ കാണുവാനായിട്ട് രുചിച്ചറിയുവാനായിട്ട് സാധിച്ചു. ക്യാൻസറിന്റെ എല്ലാ വഴികളും അടഞ്ഞു തുടങ്ങി. ആരോഗ്യം തിരികെ വരുവാനായിട്ട് തുടങ്ങി. 8 കീമോ പൂർത്തീകരിച്ചു. അതിനുശേഷം വീണ്ടും MRI എടുത്ത് ചെക്ക് ചെയ്തപ്പോൾ ലിവറിൽ വളരെ ചെറുതായിട്ട് 2-3 ഇടത്ത് ഉണ്ട് എന്ന അഭിപ്രായം പറയുകയും അത് ലിവർ സർജറി ചെയ്തു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് നീക്കുവാൻ സാധിക്കുമെന്നുള്ള അഭിപ്രായത്തോട് ഞങ്ങൾ യോജിച്ച് ഈ വർഷം 2024 ജനുവരി 13-ാം തീയതി അപ്രകാരം ഉള്ള സർജറിക്ക് ഞങ്ങൾ വിധേയപ്പെടുകയും സർജറിയിലെ എല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ബയോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ ക്യാൻസർ പൂർണ്ണമായി മാറിയിരിക്കുന്നു, ശരീരത്തിൽ ഇനി ക്യാൻസറിന്റെ സെല്ലുകളൊന്നും ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചത്. ദൈവം പരീക്ഷണങ്ങൾ തരുന്നു എങ്കിലും അവിടെയെല്ലാം ദൈവത്തിന് അബ്രഹാമിനെ പരീക്ഷിച്ച ദൈവം ഇസഹാക്കിന് പകരം കുഞ്ഞാടിനെ നൽകിയതുപോലെ ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് നിയോഗങ്ങൾ നൽകുവാനായിട്ട് ദൈവം പരീക്ഷണങ്ങൾ നൽകുന്നു. ആ പരീക്ഷണങ്ങളെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് ദൈവത്തോട് നന്ദിയും സ്തോത്രവും അറിയിച്ചുകൊണ്ട് നിരന്തരം നാം ദൈവത്തിൽ മുറുകെ പറ്റിക്കൊണ്ട് മുന്നേറുമ്പോൾ ദൈവം അത്ഭുതകരമായ വിടുതൽ നൽകുന്നു. നാം ഒന്നിനെയും ഭയപ്പെടേണ്ട. അന്ത്യത്തോളം കരുതാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം നമുക്ക് വിശ്വസ്തനാണ്. ആ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൂടുതൽ നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ആ വലിയ അനുഭവം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ചു. അത് മറ്റുള്ളവർക്കും അത് ഒരു സാക്ഷ്യമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നിയോഗം കടന്നു വന്നപ്പോൾ അതിനോടൊപ്പം ദൈവത്തിന്റെ വേലയ്ക്കായി എന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. സൺഡേ സ്കൂളിന്റെ ഒരു ചുമതലയിലേക്ക് തന്നെ എന്നെ പ്രവേശിപ്പിച്ചു. യാതൊരു കഴിവും പ്രാപ്തിയില്ലാത്തവരെ
ആടുകളുടെ ഇടയനായ ദാവീദിനെ തെരഞ്ഞെടുത്തതുപോലെ, വിക്കനായ മോശയെ തെരഞ്ഞെടുത്തതുപോലെ നമ്മയും ദൈവം ഓരോ പരീക്ഷണങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയാമെങ്കിൽ നമുക്ക് യാതൊരു രോഗത്തെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല, യാതൊന്നിനെയും ലോകത്തിലൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും അടിയുറച്ച വിശ്വാസവും സംശയം കൂടാത്ത ആ വലിയ വിശ്വാസം നമ്മൾ മുറുകെ പറ്റുന്നുവെങ്കിൽ ദൈവം നമ്മെ ശക്തീകരിക്കും, നമുക്ക് വിടുതൽ നൽകും, നമുക്ക് സമാധാനം നൽകും. നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം നിർവഹിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇത് ഇപ്രകാരമുള്ള രോഗാവസ്ഥയിലും സങ്കടാവസ്ഥയിലും കഴിയുന്നവർക്ക് ഒരു സാക്ഷ്യമായി തീരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ വൈദ്യശാസ്ത്രമോ അല്ല തീരുമാനമെടുക്കുന്നത്. ദൈവം നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ദൈവം നിർവഹിപ്പാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം വിധേയപ്പെടുകയും അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ വിനിയോഗിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അനേകർക്ക് ഇതൊരു സാക്ഷ്യമായി തീരുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയാ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകായൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം